വിവോയുടെ വിവോ Y03 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് വിവോയുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y03 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y03 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈനും വരാൻ സാധ്യതയില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. എക്സ്ട്രാ ആയിട്ട് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ചിലപ്പം ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നേക്കാം. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഗ്രീന്, ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekൻ്റെ Helio G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു ഫോണിൻ്റെ വില 8200 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആയിരിക്കും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലും വന്നേക്കാം. അതുകൂടാതെ 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത് ഓക്കെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് അധികം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ഓഫ്ലൈൻ ഫോണിൽ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസാറുള്ള ഫ്രണ്ട് ടച്ച് സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 13 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ ഒരു QVGA ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബേസിക് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ആയിരിക്കും ഇതിൽ വരിക. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില $100 പ്രൈസിങ്ങിൽ വന്നേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 8200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതൊരു ഓഫ്ലൈൻ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. എന്തായാലും വിവോയുടെ വിവോ Y03 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.